തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാൻ ജോസ് മോനെ കിട്ടില്ല. പിൻവാതിലിൽ കൂടി കയറാനാണ് പുള്ളിക്കാരന് പണ്ടേ ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഇനി രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നു LDF. അതോടുകൂടി ആ വാതായനവും അടഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും വാതിലിൽ മുട്ടാം, ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ലല്ലോ എന്ന തിയറിയുമായി ജോസ് കെ മാണിയും കൂട്ടരും ഇപ്പോഴിതാ BJPക്കാരോട് വിലപേശൽ നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കേന്ദ്രമന്ത്രി സ്ഥാനവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും അതോടൊപ്പം രാജ്യസഭ MP സ്ഥാനവും. സ്വാഭാവികമായും സഹമന്ത്രിയാക്കിയാൽ MP സ്ഥാനം കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ നൽകിയാൽ BJPയോടൊപ്പം മുന്നണിയിൽ പോകാൻ വേണ്ടി ജോസ് കെ മാണിയും കൂട്ടരും തയ്യാറാകുന്നു. റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ N ജയരാജും ജോസ് കെ മാണിയോടൊപ്പം ഉണ്ടാകും എന്ന് BJPക്ക് ഉറപ്പ് കൊടുത്താൽ മാത്രമേ അത്തരത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും അതുപോലെ കാഞ്ഞിരപ്പള്ളി MLA ആയിട്ടുള്ള ജോബ് മൈക്കിളും ജോസ് കെ മാണിയുമായി മുടക്കി പിരിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ അതുതന്നെയാണ് ഇപ്പോൾ പ്രശ്നം അതിസങ്കീർണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ എങ്ങോട്ട് ചായണം എന്നറിയാതെ ആകെ ബേജാറായി നിൽക്കുന്നത് പ്രമോദ് നാരായൺ എന്ന റാന്നി MLA മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്ങോട്ട് പോകണമെന്ന്. ആകപ്പാടെ എങ്ങോട്ട് ചായണം എന്നറിയാതെ ആകെ പരിഭ്രാന്തനായി തെക്ക് വടക്ക് നടക്കുകയായിരുന്നു ജോസ് മോൻ. ഇടയ്ക്ക് വെച്ച് തിരുവമ്പാടി സീറ്റ് കൊടുക്കാം, ഇനി അവിടെയെങ്കിലും മത്സരിച്ച് നിയമസഭയിലെ കുളിര് കൊള്ളട്ടെ എന്ന് UDF വാഗ്ദാനം ചെയ്തതായി വലിയ തോതിൽ സംസാരമുണ്ടായി. എന്നാൽ അത് ജോസ് കെ മാണി തന്നെ തുടക്കത്തിലെ തള്ളിക്കളഞ്ഞു. തനിക്ക് UDF അങ്ങനെ ഒരു രീതിയിലുള്ള ഓഫറും നൽകിയിട്ടില്ല എന്നും താൻ ഇപ്പോഴും LDFിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും പറഞ്ഞു. എന്നാൽ CPI തന്നെ ജോസ് കെ മാണിക്ക് അള്ളു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും കാലമുണ്ടായിരുന്ന സമയത്തെ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ കട്ട എതിർപ്പായിരുന്നു അദ്ദേഹത്തിന്. നിരവധിയായ CPI സീറ്റുകൾ ലക്ഷ്യമിടും എന്നതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയെ നേരത്തെ തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ചരടുവലി കാനം രാജേന്ദ്രൻ നടത്തിയത്. പക്ഷേ ഒന്നും ഫലവത്തായില്ല എന്ന് മാത്രം. താൽക്കാലികമായി ജോസ് കെ മാണിയുടെ രണ്ടിലെയും അതുപോലെ പാർട്ടി പദവിയുമൊക്കെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ എക്കാലവും സംരക്ഷിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് നിലവിൽ MP സ്ഥാനം വീണ്ടും പുതുക്കി നൽകാൻ LDF ആഗ്രഹിക്കുന്നില്ല. അതായത് കേരളത്തിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് നിലവിലെ കേരളത്തിലെ മുന്നണി സംവിധാനം വെച്ച് നോക്കിയാൽ LDFിനാണ് മുൻതൂക്കം. അത് വെച്ച് LDF കേരള കോൺഗ്രസ് M-ന് നൽകണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം തുടക്കത്തിലെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതോടുകൂടിയാണ് ജോസ് കെ മാണിയും കൂട്ടരും BJPയുമായി സഖ്യമുണ്ടാക്കി NDAയുടെ ഭാഗമായി കേരള കോൺഗ്രസ് M ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ PC ജോർജ് അടക്കമുള്ളവർ BJPയുമായി സഹകരിച്ചതല്ലേ, അതുകൊണ്ട് ഇതും സാധ്യമാണ്. ഇടക്കാലത്ത് PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായി 2004 വിജയിച്ചതുൾപ്പെടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പല നാൾവഴികളും പിന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് തൊട്ടുകൂടായ്മയൊന്നും ഇല്ല. പക്ഷേ BJP നിന്നാലും ക്ലച്ച് പിടിക്കാൻ ഇത്തിരി പ്രയാസമാണെന്ന് കൃത്യമായി അണികൾ തന്നെ ജോസ് കെ മാണിയോട് പറയുകയാണ്. കാരണം ജോസ് മോൻ്റെ ഈ നീക്കം അണികൾ താല്പര്യപ്പെടുന്നില്ല, അത് എതിർക്കുക തന്നെ ചെയ്യുന്നു.